നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എച്ചിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടത്. ഇത് നിങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് നല്ലതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്, അതുപോലെ ലൈക്കും എനിക്ക് ചെയ്യരുത്. അല്ലാത്ത പക്ഷം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും അടിക്കാൻ മറിക്കരുത്. എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എച്ച് ഇടുന്ന ആ ദിവസം നമ്മൾ നേരത്തെ പോകും അല്ലെ, നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷിനേറ്റ് പോകും. എന്തിനാ നേരത്തെ പോകുന്നത്? നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ട്രെയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലെ എച്ച് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൽ എടുക്കുന്ന സമയത്ത് 1, 2, 3 പ്രാവശ്യം എടുക്കും. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിരിക്കും. ഇത് കൂടുതലായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് തെറ്റും, പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് നമ്മളെ പേടിയിലേക്ക് വരും. നമ്മൾ ശരിക്കും നമ്മൾ RTO ഓഫീസറെ മുന്നിൽ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഇടുന്ന സമയത്ത്, ട്രെയിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഓക്കെയാണ്, കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ധൈര്യത്തോട് കൂടിയിട്ട്, ആ ധൈര്യം നമ്മൾ ഇട്ട ധൈര്യം, ആ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുക. നമുക്ക് 100% നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ RTO ഓഫീസർ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിലേക്ക് എച്ചിടാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടും എന്താണ് അവിടെ വൃത്തിയിൽ എച്ചിട്ട് കൊടുക്കാന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ RTO ഓഫീസർ എന്താണ് ഇന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇന്നെ നോക്കുന്നുണ്ടോ, ഇന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ, പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. RTO ഓഫീസർ അവരെ ജോലി ചെയ്യുന്നത്, നമ്മളെ ജോലിയാണ് ചെയ്യേണ്ടത്, എച്ച് വൃത്തിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലുള്ള മാഷിമാർ എന്താണോ പറഞ്ഞത്, ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പിയിൽ ഇന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിക്കണം. അതേമാതിരി എത്ര റൗണ്ട് തിരിക്കണം ആ റൗണ്ട് തിരിച്ചു കൊടുക്കുക, സ്ട്രൈറ്റ് ആക്കുക, അതുപോലെ തന്നെ റിവേഴ്സ് ഇടുക. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രം നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എച്ച് പാസ്സാവും. അല്ലാത്ത പക്ഷം ചില ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമുണ്ട്, ഇതിന്റെ മുന്നേ ടെസ്റ്റ്, അതായത് എച്ച് ഇട്ട ആൾക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്നതാണ് ഇന്നമാതിരി ചെയ്താൽ എന്നെ ഒക്കെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് ഒരു പുറത്തും കിട്ടില്ല. നമ്മൾ ട്രെയിനിങ് സ്കൂളിലുള്ള മാഷ് എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് പാസ്സാവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുമ്പ് ടെസ്റ്റ് നടത്തിയ ആൾ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ റിലീസ് ചെയ്തിട്ട് വേണം ഇടാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പോകുന്ന സമയത്ത് വണ്ടി കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ഫെയിൽ ആവും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.